നമസ്കാരം. പലതരം തട്ടിപ്പുകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പണം തട്ടാനായി മോഷ്ടാക്കൾ കണ്ടെത്തുന്നത് പല പല വഴികളാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് മിക്ക തട്ടിപ്പുകളും നടക്കുന്നതും. കഴിഞ്ഞ ദിവസം നടന്ന ഒരു തട്ടിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. AI ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയിലോ തയ്യാറാക്കപ്പെടുന്ന ചലാനുകളുടെ വിവരങ്ങൾ ഫോണിൽ സന്ദേശമായി ലഭിക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധ വേണം. ബാംഗ്ലൂർ ട്രാഫിക് പോലീസിന്റെ ഈ ചലാനുകൾ തീർപ്പാക്കണമെന്ന വാഗ്ദാനവുമായി എത്തിയ വ്യാജ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം വ്യാതരായണപുരിയിൽ നിന്നുള്ള 46-കാരന് തന്റെ 2 ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് 5.60 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. ആദ്യം ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് വാട്സപ്പ് സന്ദേശം ലഭിച്ചത് ഗതാഗത നിയമലംഘനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു. കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുന്നതിനായി നൽകിയിരിക്കുന്ന ലിങ്ക് വഴി വാഹൻ പരിവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ നമ്പറിലെ വാഹനത്തിന് ട്രാഫിക് ടിക്കറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ടിക്കറ്റിന്റെ തെളിവുകൾ CCTV ക്യാമറകളിലും പതിഞ്ഞിട്ടുണ്ട്. ഈ ടിക്കറ്റ് തെറ്റായി നൽകിയതാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നൽകിയിരിക്കുന്ന ക്ലിക്ക് ഉപയോഗിച്ച് വാഹൻ പരിവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതായും സന്ദേശത്തിൽ പറയുന്നുണ്ട്. സന്ദേശത്തിലെ വാഹന നമ്പർ കൃത്യമായതിനാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോണിൽ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്തു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ 2 ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നായി 5.60 ലക്ഷം രൂപ ഡെബിറ്റ് ആവുകയായിരുന്നു. വാട്സപ്പ് അല്ലെങ്കിൽ SMS വഴി BTP ചലാൻ അയക്കാറില്ലെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുകയും അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കുകയും വേണമെന്നാണ് പോലീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് നൽകിയത്. വാഹന ലോകത്തെ പിഴ ശിക്ഷകളും ക്യാമറകളും ഒക്കെ ചർച്ചയാവുന്ന കാലമാണിത്. നിരത്തിലിറങ്ങിയാൽ ക്യാമറ കണ്ണുകളിൽ പെടുമെന്ന ഭയത്തിലാണ് നാട്ടുകാർ. വാഹനം ഓടിക്കുന്നവരുടെയും മറ്റു പൗരന്മാരുടെയും എല്ലാം സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഗതാഗത നിയമങ്ങൾ കൊണ്ടുവരുന്നത്. പലപ്പോഴും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ പിഴ ശിക്ഷയാണ് ലഭിക്കുക. ഓരോ നിയമലംഘനത്തിനും അതിന്റെ തീവ്രതയും തരവും അനുസരിച്ച് വിവിധ ശിക്ഷകളും പിഴകളുമാകും ചുമത്തുക. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുക, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, ട്രാഫിക് സിഗ്നൽ ലംഘിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാർ ഓടിക്കുക എന്നിങ്ങനെ ഓരോ നിയമലംഘനത്തിലും വെവ്വേറെ പിഴയാണ് പോലീസോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോ ഈടാക്കുക. വാഹന നിയമലംഘകരുടെ എക്കാലത്തെയും പേടി സ്വപ്നമാണ് ക്യാമറകൾ. കൈയോടെ പിടിക്കപ്പെട്ട് പിഴ ഈടാക്കാനുള്ള ചലാനുകളും വീട്ടിലെത്തുമ്പോഴാകും നമ്മളിൽ പലരും നിയമലംഘന വാർത്ത അറിയുക. ഇനി ഈ വാട്സപ്പ് വഴി അല്ലെങ്കിൽ SMS വഴി വരുന്ന ഇത്തരം ചലാനുകളുടെ ലിങ്കുകൾ തുറക്കരുതെന്നാണ് പോലീസുകാർ നൽകുന്ന മുന്നറിയിപ്പ്.